ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫോറിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ബിയോണ്ട് തൗസൻഡ്സ്, ആയിരവും കടന്നു എന്നുള്ള ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ് ആണ് കേട്ടോ. എഴുതാം, വരയ്ക്കാം, വായിക്കാം എന്നുള്ളതാണ് അല്ലേ. എഴുതാം, വരയ്ക്കാം, വായിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ, ഇവിടെ 1001 അല്ലേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റീഡ് ചെയ്യുക, എഴുതുക അല്ലേ. 1001 അല്ലേ, 1001. പിന്നെ നമ്മൾ നോക്കിയത് ഇങ്ങനെ എഴുതുന്നത് നോക്കിയാൽ 1000 പിന്നെ 1 അല്ലേ. അപ്പോൾ 1001 അല്ലേ. അപ്പോൾ 1001 നമുക്ക് എന്താക്കുക, ഇങ്ങനെ എഴുതുക, നമ്പറിൽ എഴുതുക അല്ലേ. 1001. അപ്പോൾ 1001 അല്ലേ, 1001. ഇനി എന്താ നോക്കിയാൽ ഇവിടെ 1000 അബാക്കസ് 1000ൻ്റെ ആ ഭാഗത്ത് ഒറ്റൊന്ന് മതി അല്ലേ. അതുപോലെ 1ൻ്റെ അവിടെ 1, ഇതാണ് 1001 അല്ലേ. ഇനി രണ്ടാമത്തെ നോക്കൂ, 1002 ആണല്ലേ. അപ്പോൾ 1002 അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് എഴുതാം. പിന്നെ 1002 ഇങ്ങനെ എഴുതുക, അബാക്കസിൽ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, കണ്ടോ, 1000ഉം 1ഉം എന്താണ് 1001 എന്നൊക്കെ ഇങ്ങനെ എഴുതുക അല്ലേ. പിന്നെ 1000ഉം 2ഉം ആണ് എന്ത്, 1000 2 എന്ന് പറയുമ്പോൾ അല്ലേ, 1002. അപ്പോൾ 1000ൻ്റെ അവിടെ 1001 ആണെങ്കിൽ 1000ൻ്റെ അവിടെ 1ഉം 1ൻ്റെ അവിടെ 1ഉം ആണ് അല്ലേ. ഇനി 1002 ആണെങ്കിൽ 1000ൻ്റെ അവിടെ ഒരു മുത്തും അതുപോലെ 1ൻ്റെ അവിടെ 2 മുത്തും അല്ലേ. ഇനി അടുത്ത എന്താ 1004 ആണ് അല്ലേ. അങ്ങനെ ഓരോന്നായിട്ട് എഴുതുകയാണ് വേണ്ടത്. നോക്കൂ, അപ്പം നമുക്ക് എന്താണ് 1002 ഇങ്ങനെ ഇല്ല, 1002 എന്ന് എഴുതുക, 2 അല്ലേ. പിന്നെന്താണ്, നോക്കൂ ഇവിടെ 1000 ആവട്ടെ കേട്ടോ, 1002 അല്ലേ. അപ്പോൾ 1002, അപ്പോൾ 1002 ഇങ്ങനെ എഴുതുക. പിന്നെ അബാക്കസിൽ 1000 അവിടെ 1ഉം 1ൻ്റെ അവിടെ 2 അല്ലേ. ഇനി 1004 ആണ് അല്ലേ, 1000ഉം 4ഉം അല്ലേ. അപ്പോൾ 1004 ആണിത് അല്ലേ. അപ്പോൾ 1000ഉം 4ഉം 1004 അല്ലേ. ഇനി 1004 എന്ന് എഴുതുക, 1004 നമ്പറിലാക്കി എഴുതും. ഇനി എന്താണ്, 1000ൻ്റെ അവിടെ 1ഉം പിന്നെ 4ൻ്റെ അവിടെ 1ൻ്റെ അവിടെ 4 എണ്ണവും അല്ലേ. ഇനി 1006 ആണ്. അപ്പോൾ 1000 അല്ലേ, പിന്നെ എന്താണ് 6 അല്ലേ, 1006 എന്ന് എഴുതുക, 1006 1006 അല്ലേ. ഈ 1000ൻ്റെ അവിടെ 1ഉം 1ൻ്റെ അവിടെ 6 മുത്തുകളാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ അബാക്കസിൽ TH എന്ന് പറഞ്ഞാൽ 1000 ആണ്, H എന്ന് പറഞ്ഞാൽ 100 ആണ്, T എന്ന് പറഞ്ഞാൽ 10 ആണ്, 1 O എന്ന് പറഞ്ഞാൽ എന്താ 1. ഇനി നെക്സ്റ്റ് എന്താ 1005 ആണ് അല്ലേ. അപ്പോൾ 1000ഉം 5ഉം 1005 അല്ലേ. അപ്പോൾ 1005 1005 അല്ലേ. 1000ൻ്റെ അവിടെ 1ഉം പിന്നെ 1ൻ്റെ അവിടെ 5 മുത്തുകളുമാണ് അല്ലേ. ഇനി 1009 ആണ്, 1009 എന്ന് എഴുതുക. ഈ 1009 അല്ലേ, 1009 എന്ന് എഴുതുക, 1009 അല്ലേ. അപ്പോൾ 1000ൻ്റെ അവിടെ എന്താണ് ഒരു മുത്തും അതുപോലെ 1ൻ്റെ അവിടെ എത്ര 9 മുത്തുകളും വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് 1007 ആണ് കേട്ടോ. അപ്പോൾ 1007. ഓക്കെ, 1007 എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, 1000ഉം 7ഉം 1007 അല്ലേ. ഈ 1007 എന്ന് എഴുതാം. ഇനി 1007 എന്ന് എഴുതുക, 1000ൻ്റെ അവിടെ ഒരു മുത്തും പിന്നെ 1ൻ്റെ അവിടെ 7 മുത്തുകളും. ഓക്കെ, നെക്സ്റ്റ് 1008 ആണ് കേട്ടോ. അപ്പോൾ 1008 എന്ന് എഴുതുക. ഇനി 1000 എന്ന് എഴുതുക, 8 എന്ന് എഴുതുക, പിന്നെ 1008 അത് ഇനി 1008 അല്ലേ, 1008 എന്ന് ഇങ്ങനെ എഴുതുക. നെക്സ്റ്റ് 1000ൻ്റെ അവിടെ ഒരു മുത്തും 1ൻ്റെ അവിടെ 8 മുത്തുകളാണ് വേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, 1010 ആണ്, 1010 എഴുതുക, 1010 1010 അല്ലേ. 1010 എന്നുള്ള ഇങ്ങനെ എഴുതിയിട്ട് 1010 ഇങ്ങനെ എഴുതുക. ഈ 1000ൻ്റെ അവിടെ 1 മുത്തും പിന്നെ 10 ആണല്ലോ, 10ൻ്റെ അവിടെ ഒരു മുത്തും കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. മലയാളത്തിൽ എഴുതേണ്ടത് ഇങ്ങനെ എഴുതുക കേട്ടോ. 1000 ഒന്ന് കണ്ടല്ലേ, 1000ഉം 4ഉം 1004 എന്നുള്ളത് എന്താ, 1000ഉം 4ഉം അല്ലേ. 1000ഉം 4 1004, പിന്നെ എന്താണ് 1004 എന്ന് എഴുതുക. പിന്നെ എന്താണ് 1000ൻ്റെ അവിടെ ഒരു മുത്തും 1ൻ്റെ അവിടെ 4 മുത്തു അല്ലേ. ആ എന്ന് പറഞ്ഞാൽ 1000, നൂ എന്ന് പറഞ്ഞാൽ 100, പ എന്ന് പറഞ്ഞാൽ 10, ഓ എന്ന് പറഞ്ഞാൽ 1 കേട്ടോ. പിന്നെ 1000ഉം 6ഉം അല്ലേ, 1000 6 എന്ന് പറഞ്ഞാൽ പിന്നെ 1000 6 1006 ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, നോക്കൂ, 1009 എന്ന് പറയുമ്പോൾ 1009 1009 1009 1009 1009 ഇങ്ങനെ എഴുതുക. പിന്നെ 1000ൻ്റെ അവിടെ ഒരു മുത്തും 1ൻ്റെ അവിടെ 9 മുത്തും കേട്ടോ. പിന്നെ 1007 ഇങ്ങനെ എഴുതുക, 1008ഉം 1010 അല്ലേ. 1010 എന്ന് പറയുമ്പോൾ എന്താണ് 1000ഉം 10 അല്ലേ. അപ്പോൾ 1000 10 എഴുതുക. പിന്നെ 1010 1010 ഇങ്ങനെ എഴുതുക. പിന്നെ 1000ൻ്റെ അവിടെ ഒരു മുത്തും 10ൻ്റെ അവിടെ ഒരു മുത്തും. ഓക്കെ, അപ്പോൾ അതാണ് 1010 അബാക്കസിൽ വരുന്നത് കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട് ഇത് ആ എന്ന് പറഞ്ഞാൽ 1000 ആണ്, നൂ എന്ന് പറഞ്ഞാൽ 100 ആണ്, പ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഓ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ, എന്താണ് കമ്പൈനിങ് വിത്ത് 1000 അല്ലേ. 1000നോട് 1000ത്തോട് ചേരുമ്പോൾ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ 1000 + 100 1000 100 എന്താണ് 1100 അല്ലേ, 1100.
ഈ 1000 പ്ലസ് 10 എത്രയാ 1010 അല്ലേ. അപ്പോൾ 1010 1010 അല്ലേ. നോക്കിയേ 2000 പ്ലസ് 200 എന്താ ഇവിടെ 2000 200 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം 2200. അപ്പോൾ 2200 എഴുതാം. അപ്പോൾ നോക്കൂ 2000 പ്ലസ് 200 അല്ലേ. 2000 പ്ലസ് 200 2200 ഇങ്ങനെ എഴുതുക. ഈ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ 2200 കിട്ടും അല്ലേ. 2200 എന്ന് എഴുതുക. നെക്സ്റ്റ് 3000 പ്ലസ് 40 ആണല്ലോ. അപ്പോൾ 3000 40 ആണ് കേട്ടോ. അപ്പോൾ 3040 കണ്ടോ ഇങ്ങനെ എഴുതുക കേട്ടോ. 3040 40 FORTY ആട്ടോ 40. ദെൻ നെക്സ്റ്റ് നോക്കൂ 3000 പ്ലസ് 5 ആണ് 3005. അപ്പോൾ 3005 ഓക്കെ. നെക്സ്റ്റ് എന്താണ് 1000 പ്ലസ് 300 പ്ലസ് 30 അല്ലേ. 1330 ഇങ്ങനെ എഴുതുക. അപ്പോൾ 1330 അല്ലേ. അപ്പോൾ 1330 എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ 5000 പ്ലസ് 30 പ്ലസ് 3 എങ്ങനെയാണ് 5000 13 3 അല്ലേ. അപ്പോൾ 5033 5033 എന്ന് എഴുതുക. നെക്സ്റ്റ് 8000 പ്ലസ് 300 പ്ലസ് 3 അല്ലേ. 8303 കേട്ടോ. അപ്പോൾ 8303 എന്ന് എഴുതുക. 8303 ഇങ്ങനെ എഴുതുക. നെക്സ്റ്റ് 6000 പ്ലസ് 700 പ്ലസ് 40 പ്ലസ് 8 അല്ലേ. അപ്പോൾ അതിങ്ങനെ എഴുതുക. അപ്പോൾ 6748 ഇങ്ങനെ അല്ലേ. അപ്പോൾ 6748 40 എന്നുള്ളത് FORTY കേട്ടോ 48 കേട്ടോ. നെക്സ്റ്റ് എന്താ മലയാളത്തിൽ ഇതാ 1000 ചേരുമ്പോൾ 1000 100 1000 200 1100 1100 1000 പ്ലസ് 10 1000 10 1010 അല്ലേ. 1010 ഇങ്ങനെ എഴുതുക. ഈ 2000 200 2000 200 2200 2200 3000 പ്ലസ് 40 3000 40 3040 3040 എന്ന് എഴുതുക. 3000 പ്ലസ് 5 3000 5 3005 അല്ലേ. ഓക്കെ. നെക്സ്റ്റ് എന്താ 1000 300 30 അല്ലേ. അപ്പോൾ 1000 300 30 എഴുതുക. 1330 1330 എഴുതുക. 500 പ്ലസ് 30 പ്ലസ് 3 അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുക. 5033 അല്ലേ. 5033. 8000 പ്ലസ് 300 പ്ലസ് 3 അല്ലേ. അപ്പോൾ 8303 8303. ഈ 6000 പ്ലസ് 700 പ്ലസ് 40 പ്ലസ് 8 അല്ലേ. അപ്പോൾ 6748 6748 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 to 1200 അല്ലേ. 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകൾ ഉണ്ട് ചോദിച്ചു അല്ലേ. അപ്പോൾ എത്രയാണ് 200 സംഖ്യകളാണ് കേട്ടോ. 200 സംഖ്യകൾ. ഓക്കെ. എന്താണ് മലയാളത്തിൽ വരിക 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകളുണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ് 200 സംഖ്യയാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് അല്ലേ. ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് വേർഡ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെത്ര 5250 അല്ലേ. അത് വേർഡ്സിൽ എങ്ങനെ എഴുതുക 5250 നോക്കൂ. അപ്പോൾ 5250 എന്ന് എഴുതുക അല്ലേ. ദെൻ ഇതോ 7707 നിങ്ങൾ എഴുതിയില്ല. അപ്പോൾ 707 നിങ്ങൾ എഴുതുക കേട്ടോ. 7707 നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് 9018 കേട്ടോ. 9018. ഈ 9009 എഴുതുമ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ എഴുതുക കേട്ടോ. 9009 ഇങ്ങനെ എഴുതുക. ഈ നമ്പർ കാർഡ് എന്താണ് സീ ദ നമ്പേഴ്സ് കാർഡ് റൈറ്റ് ദ 4 digit numbers that can be made with the എന്താണ് നമ്പർ കാർഡാണ് അല്ലേ. അപ്പോൾ 4 ഡിജിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അതിനോട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3581 ഈ നമ്പർ തന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കാം 1 ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഇത്രയും നമ്പർ ഉണ്ടാക്കുക. 3 സ്റ്റാർട്ട് ചെയ്ത 3 നമ്പർ, 5 സ്റ്റാർട്ട് ചെയ്ത 3 നമ്പർ, 8 സ്റ്റാർട്ട് ചെയ്ത 3 നമ്പർ അല്ലേ. അപ്പോൾ ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5. അപ്പോൾ എത്ര നമ്പർ 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാർട്ട് ചെയ്യുന്ന 5 1 2 3 4 5 6 അല്ലേ. അപ്പോൾ 6 ഉണ്ടാവും. ഓക്കെ. Then 6 അല്ലേ. ദെൻ ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 in 10 അല്ലേ. അപ്പോൾ എത്രയാണ് 10 ഇതിൽ 8 എത്രണ്ണം വരുന്നുണ്ട് നോക്കൂ. 10 ഇതിൽ 8 വരുന്നുണ്ടോ 1 10 അല്ലേ. അതിലൊന്നുമില്ല, ഇതിലില്ല. ഇതിൽ നോക്ക് 1 2 പിന്നെ 10ലാണ് വരേണ്ടത് കേട്ടോ. 1 2 3 4 പറ്റൂല 5 6 അല്ലേ. 10സിൽ വരണം കേട്ടോ. 1 10 100 1000 അങ്ങനെയാണല്ലോ. അപ്പോൾ 6 എണ്ണാണ് വരുന്നത് കേട്ടോ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ നമ്പേഴ്സൊക്കെ എന്താക്കുക സ്മോളസ്റ്റിൽ നിന്ന് എന്താക്കുക ലാർജസ്റ്റിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി മലയാളത്തിൽ നോക്കുക. അക്കത്തിൽ 5250 അല്ലേ. 7707 ഇങ്ങനെ എഴുതുക.
918 എന്നുള്ള അല്ല 9018 സോറി 9018 പിന്നെ അത് 9009 ഇങ്ങനെ എഴുതുക കേട്ടോ. ഇനി എന്താണ് സംഖ്യാ കാർഡുകൾ നോക്കുക. അവ ഉപയോഗിച്ചുണ്ടാകുന്ന 4 അക്ക സംഖ്യകൾ ഇതുവരെ ഈ സംഖ്യാ കാർഡ് വെച്ചിട്ട് 4 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കുക അല്ലേ. 1 നമുക്ക് ഇങ്ങനെ തുടങ്ങാം, 3 5 8 അല്ലേ. ഈ 5 തുടങ്ങുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ 5 തുടങ്ങുന്ന ഇവിടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന 5 ഇതാണ് 5 തുടങ്ങുന്നത് അല്ലേ. അതൊക്കെ 5 തുടങ്ങുന്ന 1 2 3 4 5 6 ആണ് അല്ലേ. ഈ 10ൻ്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 10ൻ്റെ സ്ഥാനത്ത് 8 വരുന്നത് ഇതിൽ 10ൻ്റെ സ്ഥാനത്ത് ഏതവിടെ 5 ആണ്, 3 ആണ് 8 അല്ലേ. 1 2 അല്ലേ. പിന്നെ അടുത്തത് എന്താണ്? ഇതാ 3 4 ഇതിലുണ്ട്. 10ൻ്റെ സ്ഥാനത്ത് ഇല്ല. 5 6 വേറെ എവിടെയുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ 6 ആണ് കേട്ടോ. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതിക്കൂടെ? ഇതാ 1358 ഇതന്നെ ഇതില്ലേ. അപ്പോൾ അങ്ങനെ എഴുതുക കേട്ടോ നിങ്ങൾ ഇതേമാതിരി. ഇനി അടുത്ത റീഡിങ് നമ്പർ എന്താണ്? നമ്പർ വായിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. സ്പീഡി കാറിൻ്റെ നമ്പർ എന്താണ്? കവർ ഈ ചളിനോട് എന്തായി മറിഞ്ഞു പോയി അല്ലേ, കവർ ചെയ്തു പോയി അല്ലേ. അപ്പോൾ നമ്പർ നൗസ് ഇപ്പോൾ എന്താ കാണുന്ന നമ്പർ 9 ആണ് അല്ലേ. വെൻ ക്ലീൻഡ് എ ബിറ്റ് കുറച്ച് ക്ലീൻ ചെയ്തപ്പോൾ ബാക്കി എന്താ കാണുന്നത്? 99 ആണ് കാണുന്നത് അല്ലേ. ഇനി ആഫ്റ്റർ ക്ലീനിങ് സം മോർ കുറച്ചും കൂടി ക്ലീൻ ചെയ്തപ്പോൾ എത്രയാണ്? 999 അല്ലേ. ഇനി വെൻ ഓൾമോസ്റ്റ് ക്ലീൻ അപ്പോൾ ഏകദേശം മൊത്തം ക്ലീൻ ആക്കിയപ്പോൾ 9999 ആണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്പീഡി കാറിൻ്റെ രജിസ്റ്റർ നമ്പർ ചെളി പുരണ്ട് മറിഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ കാണുന്ന നമ്പർ എത്രയാണ്? 9. കുറച്ച് സ്ഥലം വൃത്തിയാക്കിയപ്പോൾ 99. കുറച്ചും കൂടി വൃത്തിയാക്കിയപ്പോൾ എന്താ 999 അല്ലേ. മിക്ക ഭാഗവും വൃത്തിയാക്കിയപ്പോൾ 9999 അല്ലേ. ഇനി നോക്കിയേ എന്തൊരു ചന്തം അല്ലേ. ഹൗ പ്രറ്റി. 9 + 1 എത്രയാണ്? 10 അല്ലേ. ഇനി 99 + 1 എത്രയാണ്? 99 + 1 എത്രയാണ്? 100 ആണ് അല്ലേ. 100 എന്ന് എഴുതുക. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ 999 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കൂട്ടിയാൽ എത്ര? 1000 ആണ് അല്ലേ. 1000. നെക്സ്റ്റ് നോക്ക് 9999 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10000. 10,000 ആണ് കേട്ടോ. 10,000. ഓക്കെ 10,000 മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കൂ. ഇനി എന്താണ്? മഡ് റേസ് ആണ് കേട്ടോ. എന്താണ്? മഡ് റേസ് അല്ലേ. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എന്താണ് മഡ് റേസ് കളിക്കാനാണ് പറഞ്ഞത്. യൂസ് ഡൈസ് വിത്ത് നമ്പേഴ്സ് 100 200 300 etc. 600. മൂവ് ദ കാർ ടു ദ നമ്പർ ത്രോൺ. If you land on a bridge, you can move across to go forward. If you land on a pit, you slide backwards. The first to reach 11,000 wins. എന്താ അവിടെ പറയുന്നത്? കൂട്ടുകാരുമായിട്ട് എന്താ മഡ് റേസ് കളിക്കാനാണ് പറഞ്ഞല്ലേ. 100 200 അങ്ങനെ 300 400 500 600 വരെ എഴുതിയ എന്താണ് ഡൈസ് ഉപയോഗിച്ചാണ് കളിക്കേണ്ടത്. ഓക്കെ. ഇനി എന്താണ്? ഡൈസ് വീഴുമ്പോൾ മുകളിൽ കാണുന്ന സംഖ്യയ്ക്ക് അനുസരിച്ച് കാറ് നിൽക്കുക. നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കുന്നില്ലേ, അതേമാതിരി ഇത് ഡൈസ് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഏത് നമ്പറാണോ വീണത് അതിനനുസരിച്ച് എന്താക്കുക? അത് കാർ നീക്കാനാണ് പറഞ്ഞത്. പാലം വന്നാൽ പാലത്തിൽ കയറി മുന്നോട്ട് പോവുക. കുഴിയിൽ വീണ പുറകോട്ട് എത്തും കേട്ടോ. ആദ്യം 11,000-ൽ എത്തുന്ന ആൾ വിജയിക്കും കേട്ടോ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റാർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതാണ് ഡൈസ് അല്ലേ. ഇതിങ്ങനെ ഇടുമ്പോൾ 400 എന്ന് പറയുമ്പോൾ എന്താ 400-ലെത്തുക. അങ്ങനെ ഓരോന്നായി പോവുക കേട്ടോ. കുഴിയിൽ വീണ എന്താണ്? ബാക്കോട്ട് പോവുക. പാലത്തിലാണെങ്കിൽ മുന്നോട്ട് ഇങ്ങോട്ട് പോവുക. ഓക്കെ. ഈ പാഠത്തിലെ ആദ്യ പേജിലെ ചിത്രത്തിലെ അവസാനത്തെ 2 ബോർഡുകളിലെ ദൂരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പേജിലെ ആദ്യത്തെ പേജ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുക. ഇവിടെ 700 800 900 1000 അല്ലേ. 700 800 900 1000. ഇനി അടുത്ത് എന്താ വരിക? 100 കൂടി വരികയാണല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും? 1100 അല്ലേ. 1100 എന്ന് വരും ഇവിടെ. ഓക്കെ 1100. നെക്സ്റ്റ് ഇവിടെ എന്താ വരിക? ഇനി 100 കൂട്ടിയാൽ 1200 അല്ലേ. 1200 എന്ന് വരും കേട്ടോ. ഓക്കെ 1200. ഓക്കെ. നെക്സ്റ്റ് എന്താ നോക്കൂ. ഗിഫ്റ്റ് ആണ് കേട്ടോ. ടോട്ടോ വൺ ദ റേസ്. അങ്ങനെ എന്താ? ടോട്ടോ ഇതിൽ വിജയിച്ചില്ല. ഗോട്ട് എ ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസ്. എന്താ? ട്രോഫിയും ക്യാഷ് പ്രൈസൊക്കെ കിട്ടി. ദ മണി വാസ് ഗിവൺ ആസ് എ ചെക്ക്. എന്താണ്? ഈ പൈസ ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ ചെക്ക് ഇൻ നമ്പേഴ്സ്. ഞാൻ എന്താ നമ്പർ ഈ നമ്പർ എന്താ എമൗണ്ട് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് പറഞ്ഞത്? കാറോട്ടോ മത്സരത്തിൽ വിജയിയായ ടോട്ടോയ്ക്ക് എന്താ ട്രോഫിക്കൊപ്പം ക്യാഷ് പ്രൈസും ഉണ്ട് അല്ലേ. സമ്മാനം ചെക്കായിട്ടാണ് കൊടുത്തത് അല്ലേ. ചെക്കിൽ തുക അക്കത്തിൽ എഴുതുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കിയേ. അപ്പോൾ അക്കത്തിൽ എഴുതാം.
എഴുതണം, നമ്പറിൽ എഴുതണം അല്ലേ. അപ്പം നോക്കിയേ, ഇവിടെ പേ ടോട്ടോ ₹90,999 ഓൺലി അല്ലേ. അപ്പോൾ 90,999 ഓൺലി ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇത് എഴുതുക, 9,999 അല്ലേ, 9,999 അല്ലേ. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ്, സഞ്ചരിച്ച ദൂരം കേട്ടോ. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. ഓരോ കാറും സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. നോക്കിയേ, മിക്കി അല്ലേ, എത്ര ഡിസ്റ്റൻസ് 8,546, ബോൺ ഈ 7,982, സ്പീഡ് ഈ 6,375 അല്ലേ. അതുപോലെ കാർ ഫ്രെഡി ആണെങ്കിലോ 5,114, ഫ്ലോറ 6,735, ടോട്ടോ 8,564 കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഓരോന്നും എന്താണ്, സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. മിക്കി ആണെങ്കിൽ 8,546, ബോണി 7,982, സ്പീഡ് 6,375, ഫ്രെഡി 5,114, ഫ്ലോറ 6,735, ടോട്ടോ 8,564. ഇതാണ് ഓരോ കാറും ആകെ സഞ്ചരിച്ച ദൂരം. ഇനി ഓടിയ ദൂരത്തിനനുസരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത്. കൂടുതൽ ദൂരം ഓടിയത് ആദ്യം എഴുതുക. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം, ഇതിൽ വലിയ നമ്പർ എഴുതേണ്ടത് അല്ലേ, കുറേ ഓടിയത് അല്ലേ, കൂടുതൽ ദൂരം ഓടിയത്. അപ്പോൾ വലിയ നമ്പറാണ് എന്താക്കേണ്ടത്, ആദ്യം എഴുതേണ്ടത് ആദ്യം, പിന്നെ കുറച്ച് ദൂരം ഓടിയത് അവസാനം എഴുതുക. അപ്പം വലുതെന്ന് ചെറുതിലേക്കാണ് പോകേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ tabulate the cars according to distance they have traveled, with the car which traveled most at the beginning and the car which traveled the least at the end അല്ലേ. അപ്പോൾ വലിയത് അല്ലേ, അപ്പോൾ അസെൻഡിങ് ഓർഡറാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഏറ്റവും വലിയ നമ്പർ ഇതിൽ ഏതാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ഇവിടെയും തുടങ്ങുന്നത് 8 അല്ലേ. അപ്പോൾ ഇവിടെ 8,546 ആണ്, ഇവിടെ 8,564 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ 1000ൻ്റെ സ്ഥാനത്ത് 8 ഇവിടെയും 1000 സ്ഥാനത്ത് 8. ഇനി 100ൻ്റെ സ്ഥാനത്ത് 5 ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 5, 100ൻ്റെ സ്ഥാനത്ത് അല്ലേ. ഇനി അടുത്ത് നോക്കിയാൽ 10ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 ഇവിടെ 6. അപ്പോൾ ഇതിൽ ഏതാ വലുത് നോക്കേണ്ടത്, ഇവിടെ ഇതാണ് ടോട്ടോ ആണ് അല്ലേ. 6 വലുത്, ഈ 4 6 വലുത്, 6 അല്ലേ. അപ്പോൾ ടോട്ടോ ആണ് ഫസ്റ്റ് ഓടിയത് അല്ലേ. അപ്പോൾ ആദ്യം ടോട്ടോൻ്റെ ഇത് നമ്പർ. അപ്പോൾ ഫസ്റ്റ് ടോട്ടോ അല്ലേ. പിന്നെ എന്താ, പിന്നെ അതിൽ വരുന്ന ഏതാണ്, അതിൻ്റെ ചെറുത് ഇതാ മൈക്കിയാണ് അല്ലേ, മിക്കിയാണ് അല്ലേ. അപ്പോൾ മിക്കീൻ്റെ എഴുതുക. പിന്നെ അത് ആരാ വരുന്നത് നോക്കൂ, പിന്നെ ആരാ വരുന്നത്, ഇത് എടുത്തു അല്ലേ, നമ്മൾ ഇതും എടുത്തു. ഇനി അടുത്ത ഏതാ വരുന്നത്, ഇതിൽ നോക്കിയേ 1000ൻ്റെ സ്ഥാനത്ത് 8 കഴിഞ്ഞാൽ 7 അല്ലേ. അപ്പോൾ 7ൻ്റെ ഇവിടെ വേറെ എവിടെ 7 ഫസ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ബോണിയാണ് വരിക കേട്ടോ. ഇനി അടുത്തത് നോക്കും, ഇതും എടുത്തു. ഇനി അങ്ങനെ ഓരോന്നും എന്താക്കുക, നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നമ്മൾ എന്താക്കുക, ടിക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡോട്ട് എന്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 7 കഴിഞ്ഞാൽ 6, 7ൻ്റെ ചെറുത് 6 അല്ലേ. അവിടെ 6 ഇവിടെയും വരുന്നുണ്ട് 6 അല്ലേ. അപ്പോൾ 6000, അപ്പം ഇത് രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് 100ൻ്റെ സ്ഥാനം നോക്കുക, അവിടെ 3 ഇവിടെ 7. അതിലേതാ വലുത്, ഇതാണ് അല്ലേ. അപ്പോൾ ഫ്ലോറയാണ് കേട്ടോ അടുത്തത് വരിക. അവിടെ ടിക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ എന്താ സ്പീഡിയാണ് അടുത്ത് വരിക. ഓക്കെ, ദെൻ ഫ്രെഡിയാണ് കേട്ടോ. അപ്പോൾ എഴുതേണ്ട മനസ്സിലായ 8,564, പിന്നെന്താണ് 8,546, പിന്നെ 7,982, പിന്നെ 6,735, 6,375, പിന്നെ 5,114. ഓക്കെ, ഇങ്ങനെ എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താ, അപ്പം മലയാളത്തിൽ ടോട്ടോ എന്താണ് 8,564, മിക്കി എന്താണ് 8,546, ബോണി 7,982, ഫ്ലോറ 6,735, സ്പീഡി 6,375, ഫ്രെഡി 5,114 കേട്ടോ. ഓക്കെ, ഇനി എന്താ ബഗ്ഗി കാർസ് നമ്പർ അല്ലേ, ബഗ്ഗി കാറിൻ്റെ നമ്പർ അല്ലേ. ടേക്ക് 1 bead from thousands place in the abacus and put in the ones place. What is the number now? എന്താണ് പറഞ്ഞ്, അബാക്കസിൽ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 1ൻ്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണെന്നല്ലേ. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് എന്താക്കുക, ഒരു മുത്തെടുത്ത് ഇങ്ങോട്ട് ഇടുക. ഓക്കെ, 1000ൻ്റെ സ്ഥാനത്ത് ഇതാണ്ട് ഒഴിവാക്കുക കേട്ടോ. ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടിടുക. ഓക്കെ, അപ്പോൾ 1000 എന്താണ് 1000 കുറഞ്ഞിട്ട് 1 കൂടിയതാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ സംഖ്യ എന്താണ്, അപ്പോൾ 1000 എത്ര ഉണ്ടായി, 1 2 3 4 അല്ലേ. അപ്പോൾ 4001 അല്ലേ.
അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതുക 4001 അല്ലേ. 5000 ഉണ്ടായിരുന്നത് അല്ലേ. 5000ൻ്റെ ഒരു മുത്തെടുത്തിട്ട് 1 കൊണ്ടിട്ടപ്പോൾ എന്തായി 4001 അല്ലേ. അബാക്കസിൻ്റെ അപ്പം 4001 കേട്ടോ. അബാക്കസിൻ്റെ ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണെന്ത് ഭഗ്യകാരൻ്റെ നമ്പർ. അപ്പോൾ അബാക്കസിൻ്റെ ആദ്യത്തെ സംഖ്യ എത്രയായിരുന്നു? 5000 അല്ലേ ഇരുന്നോ. ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 5000 ആയിരുന്നു അല്ലേ. 5 അവിടെ 1000ൻ്റെ അവിടെ 5 എണ്ണം അല്ലേ ഇരുന്നോ. അപ്പോൾ 5 എണ്ണമായിരുന്നു. അപ്പോൾ 5000 ആയിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ലഭിച്ച സംഖ്യയും കൂടി അതിൻ്റെ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ 4001 ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4001 അല്ലേ. ഇനി അപ്പോൾ ഇതിൽ കുറച്ച് ഇത് വരുന്നത് എത്രയാണ്? നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കുക അല്ലേ. മൈനസ് കണ്ടുപിടിക്കുക. 0ൽ നിന്ന് 1 പോവില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടെടുക്കും. ഇവിടെ 10 ആവും. ഇവിടുത്തെ 10 നിന്ന് ഇങ്ങോട്ട് കടെടുത്താൽ ഇവിടെ 10 ആവും. ഇവിടെ 9 ആവും അല്ലേ. ഇവിടെ 4 ആവും കേട്ടോ. പിന്നെ ഈ 10 നിന്ന് ഇങ്ങോട്ട് കടെടുത്താൽ ഇവിടെ എത്രയാണ്? ഇവിടെ 10 ആവും. ഈ 10 നിന്ന് ഇങ്ങോട്ട് കടെടുത്താൽ ഇവിടെ 9 ആവും. ഇവിടെ എന്തായി? ഇവിടെ 10 ആവും അല്ലേ. ഓക്കെ. അപ്പോൾ 10 നിന്ന് 1 പോയാൽ 9. പിന്നെ ഈ 9 നിന്ന് 0 പോയാൽ 9. പിന്നെ 9 നിന്ന് 0 പോയാൽ 9 അല്ലേ. പിന്നെ 4 നിന്ന് 4 പോയാൽ 0 അല്ലേ. അപ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്? നമ്പർ എത്രയാണ്? 999 അല്ലേ. 999 അല്ലേ. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ ഒന്നും കൂടി ചേർന്നാലുള്ളതാണ് അല്ലേ. ഇനി നോക്കിയാൽ അബാക്കസിൻ്റെ സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ്? അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ അല്ലേ. മൈനസ് ചെയ്താൽ 999 കിട്ടും കേട്ടോ. ആഡിങ് 1 മോർ, ഒന്നും കൂടി അല്ലേ. വാട്ട്സ് എ നമ്പർ ഇൻ ദ അബാക്കസ്. ഇപ്പോൾ അബാക്കസിലുള്ള നമ്പർ എന്താണെന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് എ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 ടു ഇറ്റ്. അപ്പോൾ ഇതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്ത നമ്പർ നമുക്ക് എന്ത് കിട്ടും? എത്ര നമ്പർ കിട്ടുമെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അബാക്കസിലുള്ള സംഖ്യ എത്രയാണ് ഇവിടെ? 1ൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ. ഇവിടെ 10ലോ 1 2 3 4 5 6 7 8 9. 100ലോ 1 2 3 4 5 6 7 8 9. 1000ലോ 1 2 3 4 5 6 7 8 9 അല്ലേ. അപ്പോൾ അബാക്കസിൽ ഇപ്പോൾ ഉള്ള സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 1000 അല്ലേ. 1000ൻ്റെ അവിടെ 9 ഉണ്ട് അല്ലേ. അപ്പോൾ 9 100ലും 9 10ലും 9 1ലും 9 അല്ലേ. അപ്പോൾ 9999 അല്ലേ. 9999 ആണ് അല്ലേ. ഇനി ഇതിനോട് ഒന്നും കൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ് അല്ലേ. അപ്പോൾ ഇതിനോട് ഒന്നും കൂടി കൂട്ടിയ എത്രയാണ്? ഇതിനോട് ഒന്ന് സംഖ്യ പ്ലസ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ 9നോട് ഒന്ന് കൂട്ടിയ എത്രയാണ്? 10 അല്ലേ. അപ്പോൾ 1 ബാലൻസ് ഉണ്ടാവും. അപ്പോൾ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 വീണ്ടും. പിന്നെ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 അല്ലേ. പിന്നെ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 അല്ലേ. പിന്നെ വേറെ നമ്പർ ഇല്ല. അപ്പോൾ നമുക്ക് എത്രയാണ്? 10,000 10,000 കിട്ടും. മനസ്സിലായല്ലോ അല്ലേ. നോക്ക് ഞാൻ പറഞ്ഞുതരാം. 9999 അല്ലേ. 9999നോട് ഒന്ന് കൂട്ടുകയാണ്. 9നോട് ഒന്ന് കൂട്ടിയാൽ എത്രയാണ്? 10 അല്ലേ. 10ൽ 1 ശിഷ്ടം വരും. അവിടെ എഴുതും. 9നോട് ഒന്ന് കൂട്ടിയാൽ എത്രയാണ്? 10 1 ശിഷ്ടം. പിന്നെ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 1 ശിഷ്ടം ബാലൻസ് അല്ലേ. 9നോട് ഒന്ന് കൂട്ടിയാൽ 10 വേറെ നമ്പറൊന്നും ഇല്ലല്ലോ. അപ്പോൾ 10 ഇങ്ങോട്ട് എഴുതും അല്ലേ. അപ്പോൾ നമുക്ക് 10,000 കിട്ടും കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. 10,000 10,000. നെക്സ്റ്റ് നോക്കൂ. ടോമോ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. എന്താണ്? ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. ടോമോ കാർ വർക്ക്ഷോപ്പിലാണ്. ടോമോ കാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയേഴ്സ് ആഫ്റ്റർ ദ റേസ്. ടോമോ കാർ എന്താണ്? വർക്ക്ഷോപ്പിലാണ്. ഈ റേസ് കഴിഞ്ഞ ശേഷം റിപ്പയർ ചെയ്യാൻ വേണ്ടി ടോമോ കാറിനെ എന്താക്കി? വർക്ക്ഷോപ്പ് കയറ്റി. അപ്പോൾ 3,500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി. 3500 റുപ്യ എന്താക്കി? ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. 2,500 റുപ്യ 2,500 rupees ഫോർ എൻജിൻ വർക്ക്. എൻജിൻ വർക്കിന് 2,500 റുപ്യ. പിന്നെ 4,000 rupees ഫോർ പെയിൻറ്റിങ്. 4,000 റുപ്യ എന്താണ്? പെയിൻറ്റിങ്ങിനും കൊടുത്തു അല്ലേ. വാട്ട് ഇസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്? അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഇതെല്ലാം കൂടി അങ്ങോട്ട് പ്ലസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പം എന്താണ്? ടോമോകാരൻ്റെ വർക്ക്ഷോപ്പിൽ മാറ്റി ബാറ്ററി മാറ്റാൻ 3,500, എൻജിൻ പണിക്ക് 2,500, പെയിൻറ്റിങ്ങിന് 4,000 രൂപ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് നമുക്ക് കൂട്ടാം. നോക്കൂ, നമുക്ക് ഇങ്ങനെ പ്ലസ് ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 3,500 പ്ലസ് 2,500 ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിലുണ്ട്. 4,000 വേറെ കൂട്ടിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 0 + 0 + 0 എത്രയാണ്? 0 തന്നെ അല്ലേ. 0 എന്ത് കൂട്ടിയാലും 0 0 0 0 തന്നെ. ഇനി ഇതും അങ്ങനെ തന്നെ 0 അല്ലേ. ഇനി 5 + 5 എത്രയാണ്? 10 അല്ലേ. 10ഉം പിന്നെ ഇവിടെ 0 ആണല്ലോ. അപ്പോൾ 10 തന്നെ. 10ൽ 0 ഇവിടെ എഴുതുക. 1 ബാലൻസ് അല്ലേ. 1 ശിഷ്ടം ഇവിടെ എഴുതുക.
ഇനി 1+3 4, 4+2 എത്രയാണ് 6, 6നോട് 4 കൂട്ടി എത്രയാണ് 10 അല്ലേ. അപ്പോൾ എത്ര രൂപയായി ചിലവായി? 10,000 അല്ലേ. അപ്പോൾ നമുക്ക് ചിലവായത് പൈസ എത്രയാണ്? 10,000 റുപ്യ അല്ലേ. 10,000 രൂപ. ഇവിടെ 10,000 രൂപ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇതിവിടെ നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്, അത് ഇവിടേക്ക് എടുത്ത് എഴുതുക കേട്ടോ. അപ്പം എന്താണ് അപ്പോൾ അതേമാതിരി ഇവിടെ ചെയ്യുക കേട്ടോ. എന്നിട്ട് സ്പെൻഡ് ചെയ്ത് എത്രയാണ് 10,000 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഓൺ എ ടൂറിലാണ് കേട്ടോ. ടോട്ടോക്കാർ ഈസ് ബീങ് റെഡിഡ് ഫോർ എ all India tour. All 4 tires have to change. The price of 1 tire is 2,500 rupees. How much money is needed for 4 tires? അപ്പോൾ ഒരു ടയറിൻ്റെ വിലയാണ് 2,500 റുപ്യ അല്ലേ. ഒരു ഓട്ടോക്കാർ എന്താണ് അഖിലേന്ത്യാ യാത്രക്കുള്ള ഒരുക്കത്തിലാണ്, അതിനായി 4 ടയറും മാറ്റണം അല്ലേ. ഒരു ടയറിന് 2,500 രൂപയാണല്ലേ. അപ്പോൾ ആകെ എത്ര രൂപ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഒന്നുകിൽ 4 ടയറല്ലേ, അപ്പോൾ 2,500 പ്ലസ് 2,500 പ്ലസ് 2,500 പ്ലസ് 2,500, 4 പ്രാവശ്യം 2,500 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, നിങ്ങൾ എഴുതുക കേട്ടോ. 2,500 പ്ലസ് എന്ന് പറഞ്ഞിട്ട് 2,500 പ്ലസ് 2,500 അങ്ങനെ 4 പ്രാവശ്യം 2,500 എഴുതുക കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി കൂട്ടി എന്ത് കിട്ടും? നമുക്ക് ആൻസർ 10,000 കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. 10,000 10,000 എന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒരു ടയറിന് വേണ്ട തുക 2,500 രൂപ. ആകെ മാറ്റേണ്ട ടയറുകൾ 4 അല്ലേ. അപ്പോൾ 4 ടയറിനും കൊണ്ട് വേണ്ട തുക എത്രയാണ്? 2,500 പ്ലസ് 2,500 പ്ലസ് 2,500 പ്ലസ് 2,500 10,000. ഓക്കെ, നോക്കൂ, പ്രൈസ് ഓഫ് 1 ടയർ 2,500 റുപ്പീസ്. ടോട്ടൽ ടയർ 4 ആണ് ടോട്ടൽ എമൗണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 2,500 പ്ലസ് ചെയ്താൽ എത്ര നമുക്ക് കിട്ടുക? 10,000 അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു എത്രയാണ്? 10,000 എന്ന് ഇത് കേട്ടോ. ഓക്കെ, 10,000 എഴുതുക. ഇനി എന്താ, ഒരു അഖിലേന്ത്യാ യാത്രക്കിടെ ബോണി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണിത് താഴെ തന്നിട്ടുള്ളത് അല്ലേ. അഖിലേന്ത്യാ യാത്രക്കിടെ ബോണി ഇലക്ട്രിക്കൽ കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് താഴെ തന്നിട്ടുള്ളത്. കാർ ചാർജ് ചെയ്യാൻ ചിലവായ തുക കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിന് 3,500 റുപ്യ, 2,000 രൂപ, 3,000 രൂപ അല്ലേ. എന്താണ് ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. ബോണിൻ്റെ ഇലക്ട്രിക് കാറാണ്. എന്താണ് ദ amount paid for recharge during its all India tour are given below അല്ലേ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് അല്ലേ ആ ടൂറിൽ. അപ്പോൾ ഓരോ ഫസ്റ്റ് പ്രാവശ്യം 3,500 റുപ്യയും, രണ്ടാമത്തെ പ്രാവശ്യം 2,000, പിന്നെ 3,000 റുപ്പീസുമാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കുക, 3,500 പ്ലസ് 2,000 പ്ലസ് 3,000 എന്ന് എഴുതുക. ഇങ്ങനെ പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ 0 0 0 തന്നെ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് 0 0 തന്നെ. ദെൻ നെക്സ്റ്റ് എന്താണ് 5 5 0 0 എന്ന് പറഞ്ഞാൽ 5 തന്നെ. ഈ 3 പ്ലസ് 2 5, 5 പ്ലസ് 3 എത്ര 8 കേട്ടോ. 8,500 കേട്ടോ. 8,500 ആണ് നമ്മളെ ആൻസർ വരിക കേട്ടോ. അപ്പം അത്രയും പൈസയാണ് എന്താക്കിയ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയാൽ, കണ്ടിന്യൂ ദ പാറ്റേൺ. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ് ക്രമം തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റത്തെ എത്രയാണ് 500 ആണ്, പിന്നെ എത്രയാണ് 1000 ആണ്, പിന്നെ 1,500. ഇനി എന്താ ഇവിടെ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ കൂടി വരുന്നത് നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേന്ന് ആദ്യത്തെ മൈനസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1,500 മൈനസ് കുറച്ച് നോക്കിയാൽ 500 അല്ലേ. അപ്പോൾ 500 ആണ് ഇവിടെ കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ 500 1000 1,500 അല്ലേ. പിന്നെ അടുത്ത 1,500നോട് 500 കൂട്ടി എത്ര സൈഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ 2,000 കിട്ടും അല്ലേ. 2,000 കിട്ടും അല്ലേ. അപ്പോൾ 500 1,000 1,500 2,000, പിന്നെ 2,000നോട് 500 ആഡ് ചെയ്താൽ എത്ര? 2,000നോട് 500 ആഡ് ചെയ്താൽ എത്ര? 2,500. 2,500നോട് 500 ആഡ് ചെയ്താൽ ചെയ്ത് നോക്കൂ 3,000. 3,000നോട് 500 ആഡ് ചെയ്താൽ 3,500. 4,000 4,500 അങ്ങനെ ഇത് പോവില്ലേ. ഇനി അടുത്തത് നോക്കിയാൽ ഇവിടെ എന്താണ് കൂടി കൂടി വരുന്നത്? 6,000 ആണ്. 4,000 കണ്ട 6,000 ആണ്, 8,000 ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പറിൽ നിന്ന് കുറച്ച് നോക്കുക. അപ്പോൾ 6,000 നിന്ന് 4,000 കുറച്ച് എത്രയാണ്? 2,000 ആണ് അല്ലേ. അപ്പോൾ ഇനി ഇത് 2,000, 6 നിന്ന് 2 കൂട്ടിയാൽ എത്ര? 6,000 നിന്ന് 2,000 കൂട്ടിയാൽ 8,000 അല്ലേ. ശരിയല്ലേ. ഇനി 8,000 നിന്ന് 2,000 കൂട്ടിയാൽ 10,000. 10,000 നിന്ന് 2,000 കൂട്ടിയാൽ എത്രയാണ്? 12,000, 14,000, 16,000, 18,000, 20,000 അല്ലേ. ഇനി അടുത്ത നമ്പർ നോക്കൂ, 7,628, 7,728 അല്ലേ. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്താ കിട്ടിയ നമുക്ക്? അതാണിത് ഇവിടെ കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരം ഇതിനോട് ഇത് കൂട്ടിയാൽ ഇതാണ് കിട്ടുന്നത് നോക്കണം കേട്ടോ.
എന്നിട്ട് നമുക്ക് എന്താക്കണം, അങ്ങനെ ആഡ് ചെയ്ത് വരണേ. ഇനി അഥവാ എന്താക്കുക, നിങ്ങൾക്ക് ഇത് കുറച്ച് കിട്ടി ഇതല്ല ഇതുള്ളത് ഇവിടെ എഴുതുക, ഇവിടുന്ന് കുറച്ച് ഇവിടെ എഴുതുക. എന്നിട്ട് എന്താണോ കൂടി വരികയാണോ കുറഞ്ഞ് വരികയാണോ നോക്കി അതിനനുസരിച്ച് ഇത് കൂട്ടി വരികയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പാറ്റേൺ എഴുതാം. ദെൻ നോക്കൂ, 5,000, 500, 1,000, 1,500, 2,000, 2,500, 3,000, 3,500, 4,000, 4,500 അല്ലേ. ഇനി 4,000, 6,000, 8,000, പിന്നെ 10,000, 1,200, 1,400, 1,600, 1,008, സോറി 1,000 അല്ലേ. 4,000, 6,000, 8,000, 10,000, 12,000, 14,000, 16,000, 18,000, 20,000 കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 7,628, 7,728, 7,828 അല്ലേ. ഇനി 7,000, അപ്പോൾ ഇവിടെ 100 ആണ് കൂടി വരുന്നത് അല്ലേ. അപ്പോൾ 7,928, 8,028, 100 കൂട്ടി കേട്ടോ. അപ്പോൾ ഇത് കിട്ടുക, സൈഡിൽ കൂട്ടി ചെയ്യുക കേട്ടോ. ഞാൻ അടുത്ത ഇതിനോട് 100 കൂട്ടിയാൽ 8,128, ഇതിനോട് 100 കൂട്ടിയാൽ 8,228, ഇതിനോട് കൂട്ടിയാൽ 8,328, 8,428 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്, ഇവിടെ കൂടി വരുന്നത് എത്രയാണ്, ഇത് രണ്ടും മൈനസ് ചെയ്താൽ എന്താ കിട്ടുക, 1,111 ആണ് അല്ലേ, കൂടി വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതുക, 2,222, 3,333, 4,444, 5,555, 6,666, 7,777, 8,888, 9,999 അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 9,400 ആണ്, ഇത് അടുത്ത 9,300 ആണ്, ഇത് 9,200. ഇവിടെ കുറഞ്ഞാണ് വരുന്നത് കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ എത്ര കുറഞ്ഞു വരുന്നത്, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കിയാൽ ആദ്യം നമ്മൾ വലുതെന്ന് ചെറുതെന്ന് അല്ല, രണ്ടാമത്തെ ഒന്നാമത്തെ മൈനസ് ചെയ്യാൻ ഞാൻ പറഞ്ഞേ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, എപ്പോഴും രണ്ടാമത്തെ വലുതല്ലല്ലോ, ചെറുതല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തേന്ന് രണ്ടാമത്തെ മൈനസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ചാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 100 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 9,400 9,300 മൈനസ് ചെയ്താൽ 100 അല്ലേ. അപ്പോൾ 100 ആണ് ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ 9,300 100 കുറച്ച് 9,200, 9,200 100 കുറച്ച് എത്രയാണ്, 9,100, പിന്നെ 9,000, 8,900, 8,800, 8,700, 8,600 കേട്ടോ. അത് കുറച്ച് സൈഡ് നിങ്ങൾ ചെയ്ത് നോക്കണേ, അല്ലാതെ കിട്ടാൻ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ സൈഡ് ചെയ്തിട്ടേ കിട്ടുള്ളൂ. നെക്സ്റ്റ് 3,021, 4,132, 5,243 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ആദ്യത്തെ നമ്പറിൽ നിന്ന് എന്താക്കുക, രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1,111 ആണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എന്താക്കുന്നത്, കൂട്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക, 5,243, പിന്നെ 6,354, പിന്നെ 7,000. ഇതിങ്ങനെ ആ നമ്പർ ഏതാണ്, ആ കിട്ടുന്ന നമ്പർ കൂട്ടി പോവുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 7,465, 8,576, 9,687, 10,798 കേട്ടോ. ഓക്കെ, ഇനി മലയാളത്തിൽ എങ്ങനെ പറയും, 500, 1000, 1500, 2000, 2500, 3000, 3500, 4000, 4500, പിന്നെ 4000, 6000, 8000, 10,000, 12,000, 14,000, 16,000, 18,000, 20,000, പിന്നെ 5,628, 7,728, 7,828, 7,928, 8,028, 8,128, 8,228, 8,328, 8,428. നെക്സ്റ്റ് 2,222, 3,333, 4,444, 5,555, 6,666, 7,777, 8,888, 9,999 അല്ലേ. ഇനി 9,400, 9,300, 9,200, 9,100, ഇത് കുറഞ്ഞ് വരുന്നത് അല്ലേ. 9,000, 8,900, 8,800, 8,700, 8,600. നെക്സ്റ്റ് 3,021, 4,132, 5,243, 6,354, 7,465, 8,576, 9,687, 10,798 കേട്ടോ. ഇനി മൈ പാറ്റേൺ, അത് നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. 1000-ൻ്റെ വെച്ച് ചെയ്താൽ ചെറിയ നമ്പറൊന്നും വെച്ച് ചെയ്തത്, നമ്മൾ 1000 ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, 1000-ൻ്റെ വെച്ച് നിങ്ങൾ ചെയ്യണേ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പാറ്റേൺ എഴുതുക. മൈ പാറ്റേൺ ഒരു എക്സാമ്പിൾ ഞാൻ തന്നതാണ് കേട്ടോ. നിങ്ങൾ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ എന്താക്കുക, നിങ്ങളതായിട്ട് രീതിയിൽ എത്ര 100ഓ ഇനി 10ഓ എത്രയാണ് കൂട്ടി പോവുക, പിന്നെ 200ഓ അങ്ങനെ കൂട്ടി പോവുക, കുറച്ചൊക്കെ പോവുക കേട്ടോ. നിങ്ങളായ രീതിയിൽ നിങ്ങൾ എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. താങ്ക് യു.